ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ആപ്പിൽ നമ്മൾ കാണുന്ന വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന ഒരു ഫീച്ചർ, അതിൻ്റെ പിന്നിൽ ശരിക്കും എത്ര വലിയ എഞ്ചിനീയറിംഗ് ഉണ്ടാകുമെന്ന്? ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഒരു അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കോഡിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. അവിടെ ഒരു കുഞ്ഞ് സ്റ്റാറ്റസ് ബാഡ്ജ്, അതെങ്ങനെയാണ് വളരെ സ്മാർട്ടായി ഡിസൈൻ ചെയ്ത ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മൾ യൂസർ കാണുന്ന ആ സിമ്പിൾ ബാഡ്ജിൽ നിന്ന് തുടങ്ങും. പിന്നെ അതിൻ്റെ പിന്നിലുള്ള ഡേറ്റ എങ്ങനെയാണ് കണക്കാക്കുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നോക്കും. അവസാനം സിസ്റ്റം സേഫ് ആക്കി വെക്കുന്ന ചില ഡേറ്റാബേസ് നിയമങ്ങളെക്കുറിച്ചും സംസാരിക്കും. ഓരോ സ്റ്റെപ്പിലും ഇതിൻ്റെ പിന്നിലുള്ള ചില സ്മാർട്ട് ഐഡിയകൾ നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഏതൊരു യൂസറിനും കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റാറ്റസ് ബാഡ്ജ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഇതാണ് സിസ്റ്റം പരിഹരിക്കേണ്ട മെയിൻ ചാലഞ്ച്. അഡ്മിന്മാർക്ക് ഇത് ഉറപ്പായിട്ടും അറിയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു റൂമിൽ കുറച്ച് കസേരകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ആ റൂം പരീക്ഷയ്ക്ക് റെഡിയല്ല അല്ലേ? ആ ഒരു സത്യം സിസ്റ്റത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. പുറമേ നോക്കുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഭയങ്കര സിമ്പിളാണ് അല്ലേ? ഒരു പച്ച ബാഡ്ജ് അല്ലെങ്കിൽ ഒരു ചുവന്ന ബാഡ്ജ്, എക്സാം റെഡി അല്ലെങ്കിൽ നോ. പക്ഷേ ഈ കാണുന്ന ബാഡ്ജ് ഒരു വലിയ മഞ്ഞുമലയുടെ തുമ്പ് മാത്രമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ലോജിക്ക് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് റൂംസ് എന്നൊരു ഡേറ്റാബേസ് ടേബിളാണ്. വളരെ സിമ്പിൾ. ക്യാമ്പസിലുള്ള ഓരോ റൂമിനെ പറ്റിയുമുള്ള ബേസിക് ഇൻഫർമേഷൻ, ഏത് ബിൽഡിംഗ് ആണ്, റൂം നമ്പർ എത്രയാണ്, അത് ക്ലാസ് റൂമാണോ ലാബാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. രണ്ടാമതൊരു ടേബിൾ കൂടിയുണ്ട്, എക്സാം റൂംസ് എന്ന് പേര്. ഇത് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന റൂമുകളുടെ സ്റ്റാറ്റസ് മാത്രം ട്രാക്ക് ചെയ്യാനാണ്. ഈ ടേബിളിനെ നമ്മുടെ ആദ്യത്തെ റൂംസ് ടേബിളുമായി ഒരു ഫോറിൻ കീ വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തിനാണ് രണ്ട് ടേബിള്? എല്ലാ റൂമുകളുടെയും വിവരങ്ങൾ ഒരിടത്ത് വെച്ചാൽ പോരെ? ശരിക്കും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും മികച്ച ഡിസൈൻ തീരുമാനം. ഈ രണ്ട് ടേബിൾ സെറ്റപ്പ് കണ്ടാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഒരു ക്ലാസിക് പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എക്സാം റെഡി എന്ന ഈ സ്റ്റാറ്റസ്, അത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇവിടെ ഡെവലപ്പർമാർക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒന്ന്, കാൽക്കുലേറ്റഡ് സ്റ്റാറ്റസ്. അതായത് അഡ്മിൻ പേജ് തുറക്കുമ്പോഴെല്ലാം ഓരോ റൂമിൻ്റെയും സ്റ്റാറ്റസ് അപ്പോൾ ലൈവായി കണക്കാക്കുക. ഇത് എപ്പോഴും 100% കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 100 കണക്കിന് റൂമുകൾ ഉണ്ടെങ്കിൽ പേജ് ലോഡാവാൻ ഒരുപാട് സമയമെടുക്കും, സിസ്റ്റം സ്ലോ ആവും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, സ്റ്റോർഡ് സ്റ്റാറ്റസ്. അതായത് സ്റ്റാറ്റസ് എന്താണെന്ന് നേരത്തെ കണക്കാക്കി ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ പേജ് ലോഡ് ചെയ്യുമ്പോൾ ആ ഡേറ്റ അങ്ങ് എടുത്താൽ മതി. ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ ആ ഡേറ്റ ചിലപ്പോൾ പഴയതായിരിക്കാം. അപ്പോൾ ഇവിടെ വേഗതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് ഈ സിസ്റ്റം രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. ഇതൊരു സിമ്പിൾ ഉദാഹരണം വെച്ച് പറയാം. നമ്മൾ ഇന്നലെ പത്രത്തിൽ കണ്ട കാലാവസ്ഥാ പ്രവചനവും ഇപ്പോൾ ഫോണിൽ നോക്കുന്ന ലൈവ് വെതർ റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം പോലെയാണിത്. പത്രത്തിലെ റിപ്പോർട്ട് പെട്ടെന്ന് കിട്ടും, പക്ഷെ അത് പഴയതായിരിക്കാം. ലൈവ് റിപ്പോർട്ട് കറക്റ്റ് ആയിരിക്കും, പക്ഷേ അത് ലോഡാവാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. അതുതന്നെയാണ് ഇവിടത്തെയും കാര്യം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോഡ് നോക്കാം. room_utils.php എന്ന ഫയലിൽ ചെന്ന് സിസ്റ്റം എങ്ങനെയാണ് ഈ സ്റ്റാറ്റസ് ഒക്കെ തീരുമാനിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം ഈ ഫംഗ്ഷൻ നോക്കൂ, ഈസ് റൂം എക്സാം റെഡി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈവ് കാൽക്കുലേഷൻ നടത്തുന്നത്. ഇത് ഡേറ്റാബേസിൽ പോയിട്ട് ആ റൂമിൽ എന്തെങ്കിലും ഡാമേജ് റിപ്പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം എന്ന് മാർക്ക് ചെയ്ത എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് ഏറ്റവും പുതിയ സത്യസന്ധമായ ഉത്തരം തരും, യെസ് അല്ലെങ്കിൽ നോ. ഇതാണ് 100% ശരിയായ സ്റ്റാറ്റസ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. ഗെറ്റ് സ്റ്റോർഡ് എക്സാം റെഡി സ്റ്റാറ്റസ് എന്ന ഈ ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ ഫാസ്റ്റ് സ്നാപ്ഷോട്ട് എടുക്കുന്നത്. ഇത് വേറൊന്നും ചെയ്യുന്നില്ല. എക്സാം റൂംസ് എന്ന ടേബിളിൽ പോയി അവിടെ എന്താണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതേപോലെ ഇങ്ങെടുക്കും. വലിയ കണക്കുകൂട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബാക്ക് എൻഡിലെ യെസ് അല്ലെങ്കിൽ നോ എന്ന ഡാറ്റ എങ്ങനെയാണ് യൂസർ കാണുന്ന ആ പച്ചയും ചുവപ്പും ബാഡ്ജായി മാറുന്നത്? അതിനാണ് ഈ ഫംഗ്ഷൻ ഗെറ്റ് എക്സാം റെഡി ബാഡ്ജ് ഫ്രം സ്റ്റേറ്റസ്. ഇതൊരു ചെറിയ ഹെൽപ്പർ ഫംഗ്ഷനാണ്. യെസ് എന്ന് കിട്ടിയാൽ ഒരു പച്ച ബാഡ്ജിൻ്റെ HTML കോഡ് കൊടുക്കും, നോ എന്നാണെങ്കിൽ ചുവപ്പ് ബാഡ്ജിൻ്റെ കോഡും. അത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ നമ്മൾ സ്പീഡിന് വേണ്ടി ആ സ്റ്റോർ ചെയ്ത സ്നാപ്ഷോട്ട് ഡേറ്റയെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ഡേറ്റ എപ്പോഴും കറക്റ്റാണെന്ന് എങ്ങനെ ഉറപ്പാക്കും? ഇതാണ് സ്റ്റോർ ചെയ്ത ഡാറ്റയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു റൂമിലെ കേടായ പ്രൊജക്ടർ നന്നാക്കി, പക്ഷേ സിസ്റ്റത്തിലെ സ്റ്റാറ്റസ് നോ എന്ന് തന്നെ കിടക്കുകയാണ്. അഡ്മിൻ നോക്കുമ്പോൾ റൂം റെഡിയല്ല എന്ന് കാണും, പക്ഷേ റൂം ശരിക്കും റെഡിയാണ്. ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ?
ഈ പ്രശ്നം പരിഹരിക്കാൻ ഡെവലപ്പർമാർ ഒരു കിടിലൻ സൊല്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട്. rooms.php എന്ന ഫയലിൽ നമുക്കത് കാണാം. അഡ്മിന് വേണ്ടി ഒരു മെയിൻ്റനൻസ് ടൂൾ തന്നെ കൊടുത്തിരിക്കുകയാണ് സിങ്ക് ഓൾ എക്സാം റൂം സ്റ്റാറ്റസസ് എന്നൊരു ബട്ടൺ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണത് സിങ്ക് ഓൾ എക്സാം റെഡി സ്റ്റാറ്റസസ്. ഇതൊരു സേഫ്റ്റി നെറ്റ് പോലെയാണ്. ഇത് എല്ലാ എക്സാം റൂമുകളിലൂടെയും ഒന്നൊന്നായി പോകും. എന്നിട്ട് ഓരോ റൂമിൻ്റെയും യഥാർത്ഥ സ്റ്റാറ്റസ് നമ്മൾ ആദ്യം കണ്ട ഈസ് റൂം എക്സാം റെഡി ഫംഗ്ഷൻ വെച്ച് ലൈവായി കണക്കാക്കും. എന്നിട്ട് ആ സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്തു വെച്ച സ്റ്റാറ്റസുമായി ഒത്തുനോക്കും. വല്ല വ്യത്യാസമുണ്ടെങ്കിൽ പുതിയ കറക്റ്റ് സ്റ്റാറ്റസ് വെച്ച് അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ സ്നാപ്ഷോട്ട് ഡാറ്റ എപ്പോഴും ലൈവ് ഡാറ്റയുമായി സിങ്ക് ആയിരിക്കും. ഇനി നമ്മുടെ അവസാനത്തെ ടോപ്പിക്ക്, സിസ്റ്റത്തിൽ നിന്ന് ഒരു റൂം ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇത് ഡേറ്റാബേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം നമുക്ക് മനസ്സിലാക്കി തരും. ഏതൊരു ഡേറ്റാബേസിൻ്റെയും പ്രധാന ജോലി അതിൻ്റെ ഉള്ളിലുള്ള ഡേറ്റയുടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ്. ഇവിടെ റൂംസ്, എക്സാം റൂംസ് ടേബിളുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫോറിൻ കീ കൺസ്ട്രെയിൻറ്റ് എന്ന ടെക്നിക്ക് ചെയ്യുന്നത് അതാണ്. സിമ്പിളായി പറഞ്ഞാൽ ഡേറ്റാബേസ് തന്നെ ഒരു കാര്യം ഉറപ്പുവരുത്തും. സിസ്റ്റത്തിൽ ഇല്ലാത്ത ഒരു റൂമിനു വേണ്ടി ഒരു എക്സാം സ്റ്റാറ്റസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഡേറ്റയെ ഉണ്ടാവാൻ ഡേറ്റാബേസ് സമ്മതിക്കില്ല. ഇതൊരു കാവൽക്കാരനെ പോലെയാണ്, സിസ്റ്റത്തിൽ തെറ്റുകൾ വരാതെ നോക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഓർഡർ പാലിക്കണം. rooms.phpയിലെ കോഡ് നോക്കിയാൽ ഇത് വ്യക്തമാകും. ആദ്യം നമ്മൾ എക്സാം റൂംസ് എന്ന ചൈൽഡ് ടേബിളിൽ നിന്ന് ആ റൂമിൻ്റെ സ്റ്റാറ്റസ് റെക്കോർഡ് ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ റൂംസ് എന്ന പാരന്റ് ടേബിളിൽ നിന്ന് ആ റൂമിനെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു നല്ല ശീലം മാത്രമല്ല, ഡേറ്റാബേസ് നമ്മളെക്കൊണ്ട് നിർബന്ധമായും ചെയ്യിപ്പിക്കുന്ന ഒരു നിയമമാണ്. നിങ്ങൾ ഓർഡർ തെറ്റിച്ച് ആദ്യം പേരൻ്റായ റൂമിനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഡേറ്റാബേസ് ഒരു എറർ കാണിക്കും. കാരണം അങ്ങനെ ചെയ്താൽ എക്സാം റൂംസ് ടേബിളിൽ ഒരു അനാഥ റെക്കോർഡ് ബാക്കിയാകും, അതായത് ഇല്ലാത്തൊരു റൂമിൻ്റെ സ്റ്റാറ്റസ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി ഡേറ്റ ക്ലീനായി സൂക്ഷിക്കാൻ ഈ നിയമം സഹായിക്കുന്നു. അപ്പോൾ സ്പീഡും കൃത്യതയും തമ്മിലുള്ള ഈ ഒരു ബാലൻസിങ്, ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലെ ലൈക്കുകളുടെ എണ്ണം, ഒരു ഓൺലൈൻ സ്റ്റോറിലെ സാധനങ്ങളുടെ സ്റ്റോക്ക്, അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ ലീഡർ ബോർഡ്, ഇതൊക്കെ ചിലപ്പോൾ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റ ആയിരിക്കാം. നമ്മൾ അറിയാതെ തന്നെ എത്രയെത്ര ആപ്പുകളിലാണ് ഈ ഒരു പാറ്റേൺ ഉപയോഗിക്കുന്നതല്ലേ. അടുത്ത തവണ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പം ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ.